നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ കാലങ്ങളായിട്ട് കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്, അഥവാ സാധാരണ രീതിയിൽ എല്ലാവരുടെയും മനസ്സിൽ വരാവുന്ന ഒരു സംശയമാണ്. അത് മറ്റൊന്നുമല്ല, ഓഹരി വിപണിയിലെ ഒരാളുടെ ലാഭം മറ്റൊരാളുടെ നഷ്ടമാണോ എന്നുള്ളതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഓഹരി വിപണി എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിം ആണോ അല്ലയോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 10 രൂപ ലാഭം ലഭിക്കുന്നുവെങ്കിൽ അത് മറ്റൊരാളുടെ 10 രൂപ നഷ്ടം അല്ലേ എന്നുള്ളത്. ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഓഹരി വിപണി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധങ്ങളായ കമ്പനികളുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നതിനെയോ അത് വാങ്ങിച്ച് കയ്യിൽ വെക്കുക എന്നിട്ട് വിൽക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഡെറിവേറ്റീവുകളെ കുറിച്ച് അല്ല. അവയെക്കുറിച്ച് പിന്നീട് പ്രതിപാദിക്കാം. അപ്പോൾ നിങ്ങളുടെ നഷ്ടമാണോ മറ്റൊരാളുടെ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലളിതമായിട്ടുള്ള ഉത്തരം അല്ല എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങളൊരു സാഹചര്യം എടുക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇൻഫോസിസിൻ്റെ ഷെയർ 10 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഒരു 5 വർഷമായി ഈ 10 രൂപയുടെ ഇൻഫോസിസിൻ്റെ ഷെയർ 50 രൂപയായി മാറി എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച 40 രൂപ മറ്റൊരാളുടെ നഷ്ടമാണോ? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരു മറ്റൊരാളുടെ നഷ്ടമല്ലേ. കാരണം 5 വർഷം മുമ്പ് 10 രൂപയ്ക്ക് വിറ്റയാൾക്ക് അത് വിറ്റില്ലായിരുന്നുവെങ്കിൽ ഈയൊരു 40 രൂപയും കൂടി ലാഭം ലഭിക്കേണ്ടത് അല്ലേ എന്നുള്ളത്. പക്ഷേ നമ്മളൊരിക്കലും നോഷണൽ പ്രോഫിറ്റിനെ കുറിച്ചോ ലോസിനെ കുറിച്ചോ റിയലൈസ് ചെയ്യുന്നത് വരെ കണക്കിലെടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഓഹരി വിപണിയെ സംബന്ധിച്ചാണെങ്കിൽ ഓഹരികളുടെ വില കൂടുന്നത് ആത്യന്തികമായി നമ്മൾ കണക്ക് കൂട്ടുന്നത് ആ ഒരു കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബിസിനസ്സിലുള്ള മൂല്യത്തിലുള്ള ഉയർച്ച കൊണ്ടാണ്. കമ്പനി നന്നായിട്ട് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ കമ്പനിയുടെ വില മുകളിലേക്ക് പോകും, ഇല്ലെങ്കിൽ താഴേക്ക് വരും. അപ്പോൾ കമ്പനിയുടെ പ്രകടനമാണ് നിങ്ങൾക്ക് ലാഭം നേടിത്തന്നത്, മറ്റൊരാളുടെ നഷ്ടം അല്ല. വാങ്ങിക്കാതെ പോയ ഷെയറിൻ്റെ ലാഭനഷ്ടങ്ങൾ അത് മാനസികമായിട്ടുള്ള വ്യാപാരം മാത്രമാണ്, അത് യഥാർത്ഥത്തിലുള്ളവയല്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കാരണം ഒരു കമ്പനിയുടെ മികച്ച നിലയിലുള്ള പ്രകടനമാണ് നിങ്ങൾക്ക് ലാഭം നേടിത്തരുന്നത്, അല്ലാതെ മറ്റൊരാളുടെ നഷ്ടമല്ല. എന്തുകൊണ്ട് ഒരാളുടെ ലാഭമാണ് മറ്റൊരാളുടെ നഷ്ടമല്ല എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം നമുക്ക് കാണാൻ കഴിയും. ഓഹരി വിപണിയെ സംബന്ധിച്ച് നഷ്ടം വരുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് നഷ്ടം വരുന്നു, ലാഭം വരുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് ലാഭം വരുന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബെയർ മാർക്കറ്റിൽ ഇൻഫോസിസ് ഷെയർ വാങ്ങിച്ച എല്ലാവർക്കും ആ ഒരു കമ്പനിയുടെ വില ഇടിയുകയാണെങ്കിൽ എല്ലാവർക്കും നഷ്ടം തന്നെയാണ് സംഭവിക്കുക. അതുപോലെ തന്നെ ഒരു ബുൾ മാർക്കറ്റിൽ വാങ്ങിച്ച എല്ലാവർക്കും ലാഭമാണ് ലഭിക്കുക. പക്ഷേ ഇതൊരു സീറോ സം ഗെയിം ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും നഷ്ടം വരിക, എല്ലാവർക്കും ലാഭം വരിക എന്നുള്ള ഒരു പരിസ്ഥിതി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു സീറോ സം ഗെയിം അല്ല എന്നുള്ളതാണ്. ഇതുകൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഡിവിഡൻഡുകളെ കുറിച്ചാണ്. നമ്മൾ ഓഹരികൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഡിവിഡൻഡ് നമുക്ക് ലഭിക്കും. ഈ ഡിവിഡൻഡുകൾ എവിടെ നിന്നാണ് വരുന്നത്? അത് കമ്പനിയുടെ പ്രകടനത്തെ വിലയിരുത്തി മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു അഡീഷണൽ ഇൻപുട്സ് ആണ്. പുറമെ നിന്നും കൂടുതലായി ലഭിക്കുന്ന കുറച്ച് പണമാണ് ഡിവിഡൻഡുകളായിട്ട് വരുന്നത്. ഈ 3 കാരണങ്ങൾ മാത്രം കണക്കിലെടുത്താൽ മതി, നമുക്ക് മനസ്സിലാകും ഇതൊരു സീറോ സം ഗെയിം അല്ല, മറ്റൊരാളുടെ നഷ്ടമല്ല, നമ്മുടെ ലാഭമായിട്ട് പരിണമിക്കുന്നതും തലതിരിച്ചും. ഇക്കാര്യത്തിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഉള്ളവരെ കുറിച്ചുമാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മളൊരു കരാറിലാണ് പലപ്പോഴും ഏർപ്പെടുന്നത്. ഞാനും മറ്റൊരാളുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നു. അപ്പോൾ എൻ്റെ നഷ്ടം മറ്റൊരാളുടെ ലാഭം തന്നെയാണ്. അതുപോലെ വളരെ എക്സ്ട്രീംലി ഷോർട്ട് ടേമിലായി കഴിയുമ്പോൾ കമ്പനിയുടെ പ്രകടനത്തെക്കാൾ ഉപരി വിൽക്കൽ വാങ്ങൽ കരാറുകൾ നടത്തിയ ആളുകളുടെ ലാഭനഷ്ടങ്ങളാണ് അവിടെ പ്രതിഫലിക്കുക. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഓഹരി വ്യാപാരം നടക്കുമ്പോൾ അഥവാ മധ്യകാല ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് ഒരാളുടെ നഷ്ടമല്ല പലപ്പോഴും മറ്റൊരാളുടെ ലാഭമായിട്ട് പരിണമിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളുടെ പണം എല്ലാവരും വിദേശികൾ എടുത്തുകൊണ്ട് ഓടി എന്ന് പറയുന്നത് അത് അത്രത്തോളം യുക്തിസഹമല്ല. FISO DISO ഒന്നും നമ്മളെ ഒരിക്കലും ചതിച്ചിട്ടില്ല. വലിയ നിക്ഷേപകരൊന്നും ചതിക്കുന്നതല്ല. അവരവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് അനുസരിച്ച് അവരുടേതായിട്ടുള്ള ലാഭങ്ങൾ നേടിയെടുക്കുമ്പോൾ അവർ എക്സിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഇതേ കാര്യം തന്നെ മനസ്സിൽ വെക്കേണ്ടത് പല FISും DISും വർഷങ്ങളായിട്ട് പല സ്റ്റോക്കുകളും കയ്യിലിരിക്കുന്നവരും ഉണ്ട് എന്നുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് പെൻഷൻ ഫണ്ടുകൾ. അപ്പോൾ ഇതോടുകൂടി ഈ അധ്യായയുടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.